സാധാരണയായി ഒരു ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിനായി വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വരാറുണ്ട്. എന്നാൽ ദുരന്തർ അങ്ങനെയുള്ള സ്റ്റീരിയോ ടൈപ്പുകളെ എല്ലാം തെറ്റിച്ച് ആദ്യ ഭാഗം ഇറങ്ങി വെറും 3 മാസങ്ങൾക്കിപ്പുറം മാർച്ച് 19 രണ്ടാം ഭാഗം റിലീസ് ചെയ്യുകയാണ്. ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇതാദ്യമാകാം ഇത്രയും കുറഞ്ഞ ഇടവേളയിൽ ഒരു വൻപൻ ബഡ്ജറ്റ് സിനിമയുടെ 2 ഭാഗങ്ങൾ പുറത്തിറങ്ങുന്നത്. സിനിമയുടെ പ്രമേയം ഇന്ത്യ പാക് ബന്ധങ്ങളെയും തീവ്രവാദ വിരുദ്ധ നീക്കങ്ങളെയും ആസ്പദമാക്കിയുള്ളതായതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള വിവാദങ്ങളും ഈ ചിത്രത്തെ പിന്തുടരുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ ഒന്നാം ഭാഗത്തിന് ഏർപ്പെടുത്തിയ നിരോധനവും ചിത്രത്തിലെ ചില രംഗങ്ങൾ ഹൈപ്പർ നാഷണലിസം പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന വിമർശനവും നിലനിൽക്കുന്നു. എന്നാൽ ഇതൊരു പ്രൊപ്പഗണ്ട ചിത്രമെന്ന വിവാദങ്ങളൊന്നും തന്നെ ചിത്രത്തിന്റെ ഹൈപ്പിനെ ബാധിച്ചിട്ടില്ല എന്ന് വേണം ചിത്രത്തിന്റെ OTTയിലും തിയേറ്ററിലും കിട്ടുന്ന റെസ്പോൺസ് കണ്ടിട്ട് കരുതാൻ. കഴിഞ്ഞ ഡിസംബറിൽ റിലീസ് ചെയ്ത ദുരന്തർ ആദ്യ ഭാഗം ബോക്സ് ഓഫീസിൽ സൃഷ്ടിച്ചത് സമാനതകളില്ലാത്ത ചരിത്രമാണ്. 1000 കോടി ക്ലബിൽ ഇടം പിടിച്ച ചിത്രം ഒരു ആക്ഷൻ സ്പൈ ത്രില്ലർ അനുഭവം പ്രേക്ഷകർക്ക് സമ്മാനിച്ചു. ചിത്രത്തിന്റെ റിയലിസ്റ്റിക് ആയ അവതരണവും രൺവീർ സിംഗിന്റെ പ്രകടനവുമാണ് സിനിമയെ ഇത്ര വലിയ വിജയമാക്കിയത്. രൺവീർ സിംഗ് എന്ന ആക്ടറിലെ ഫുൾ പൊട്ടൻഷ്യൽ ആദിത്യ ധർ എന്ന സംവിധായകൻ ദുരന്തറിലൂടെ പുറത്തുകൊണ്ടുവരുമെന്ന ആകാംക്ഷയിലാണ് സിനിമാ ലോകവും. രൺവീർ സിംഗിനൊപ്പം സഞ്ജയ് ദത്ത്, അർജുൻ രാംപാൽ, R മാധവൻ എന്നിങ്ങനെ വൻപൻ താരനിരയാണ് രണ്ടാം ഭാഗത്തിലും അണിനിരക്കുന്നത്. ഇമ്രാൻ ഹാഷ്മി ഒരു സർപ്രൈസ് വേഷത്തിൽ എത്തുമെന്ന റിപ്പോർട്ടുകൾ ആരാധകരുടെ ആവേശം ഇരട്ടിയാക്കുന്നതാണ്. വികാസ് നൗഖലയുടെ ഛായാഗ്രഹണവും ശാശ്വത് സച്ദേവിന്റെ സംഗീതവും ചിത്രത്തിന് മികച്ചൊരു ടെക്നിക്കൽ ക്വാളിറ്റി ഉറപ്പ് നൽകുന്നുണ്ട്. ഒരു ട്രെയിലർ എങ്ങനെ ആയിരിക്കണം എന്നതിന് കൃത്യമായ ഉദാഹരണമാണ് ദുരന്തർ 2 എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന അഭിപ്രായം. കാണുന്നവരെ മുൾമുനയിൽ നിർത്തുന്ന 4 മിനിറ്റിലധികം ദൈർഘ്യമുള്ള ഈ ട്രെയിലർ ഓരോ സെക്കൻഡിലും പ്രേക്ഷകർക്ക് രോമാഞ്ചം പകരുന്നതാണെന്ന് ആദ്യ റിവ്യൂകൾ പറയുന്നു. UAE ഇറാൻ പ്രശ്നങ്ങൾ കാരണം യഷിന്റെ ടോക്സിക്കിനൊപ്പമുള്ള ബോക്സ് ഓഫീസ് ഏറ്റുമുട്ടൽ ദുരന്തറിന്റെ ഒഴിവായി. മലയാളം ഉൾപ്പെടെയുള്ള 5 ഭാഷകളിലായാണ് ചിത്രം എത്തുന്നത്. മാത്രമല്ല പ്രിവ്യൂ ഷോ ബുക്ക് ചെയ്താൽ 18 വൈകിട്ട് തന്നെ ചിത്രം കാണാനും സാധിക്കും. സിനിമയുടെ രണ്ടാം ഭാഗത്തിന് ഇത്രയേറെ സ്വീകാര്യത ലഭിക്കാൻ മറ്റൊരു പ്രധാന കാരണം ഇതിലെ സങ്കീർണമായ ആക്ഷൻ രംഗങ്ങളാണ്. ഹോളിവുഡ് നിലവാരത്തിലുള്ള വിഷ്വൽ എഫക്റ്റുകളും സൗണ്ട് ഡിസൈനും ഇന്ത്യൻ സ്പൈ ത്രില്ലറുകളുടെ ചരിത്രത്തിൽ തന്നെ പുതിയൊരു അധ്യായം കുറിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആദിത്യ ധർ തന്റെ മുൻ ചിത്രമായ ഉറിയിലൂടെ തെളിയിച്ച ആഖ്യാന മികവ് ഇവിടെയും ആവർത്തിക്കപ്പെടുമെന്നാണ് ട്രെയിലർ സൂചിപ്പിക്കുന്നതും. ആഗോളതലത്തിൽ 5000-ലധികം സ്ക്രീനുകളിലാണ് ചിത്രം പ്രദർശനത്തിനെത്തുന്നത്. യുദ്ധവിരുദ്ധ നിലപാടുകളും തന്ത്രപരമായ നീക്കങ്ങളും കോർത്തിണക്കിയുള്ള രണ്ടാം ഭാഗം പ്രേക്ഷകരെ വൈകാരികമായി കൂടി സ്പർശിക്കുമെന്നാണ് അണിയറ പ്രവർത്തകർ അവകാശപ്പെടുന്നത്. വിവാദങ്ങൾ ഒരു വശത്ത് പുകയുമ്പോഴും ഒരു ക്രാഫ്റ്റ് എന്ന നിലയിൽ ദുരന്തർ 2 ഇന്ത്യൻ സിനിമയെ ആഗോളതലത്തിൽ എവിടെ എത്തിക്കുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്.